السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും സമയം വിനിയോഗിക്കലും റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ചിന്തകളിലൂടെ എന്ന വിശാലമായ ഒരു വിഷയമാണ് ഹ്രസ്വമായ സമയത്തിനുള്ളിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ 25ലേറെ തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു പദമാണ് അഫലാ യഅ്ഖിലൂൻ അല്ലെങ്കിൽ വഹും യഅ്ഖിലൂൻ എന്നിങ്ങനെ, അഥവാ അവർ ചിന്തിക്കുന്നില്ലേ, ചിന്ത ഉപയോഗപ്പെടുത്തുന്നില്ലേ എന്നുള്ളത്. ആ ചിന്ത ഉപയോഗപ്പെടുത്താത്ത ആളുകളെക്കുറിച്ച് സൂറത്തു അൻഫാലിലെ 22ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅ്ഖിലൂൻ. ബുദ്ധിയെ ഉപയോഗപ്പെടുത്താത്ത ബധിരരും മുഖരുമായി കഴിയുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ, ജന്തുജാലങ്ങളിൽ ഏറ്റവും മോശക്കാരാണ് എന്നതാണ്. അഥവാ ബുദ്ധിയെയും ചിന്തയെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഖുർആൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്തിനു വേണ്ടി ആ ബുദ്ധിയെ, ചിന്തയെ ഉപയോഗപ്പെടുത്തണം എന്നിടത്താണ് മൗലികമായ വ്യത്യാസമുള്ളത്. മനുഷ്യബുദ്ധി പരിമിതങ്ങളുള്ളതാണ്. അതിന് കാലത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുകൊണ്ട് വിഷയങ്ങളെ ബോധ്യപ്പെടാൻ സാധ്യമാകുന്ന വിധത്തിൽ അള്ളാഹു പ്രപഞ്ചത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടത് എന്തിന് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് കാണാൻ സാധിക്കും. സൂറത്ത് ഹജ്ജ് 42ാമത്തെ ആയത്തിൽ അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅ്ഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ. ഈ ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ, തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്കില്ലേ, കേൾക്കാൻ സാധിക്കുന്ന കർണപുടങ്ങൾ അവർക്കില്ലേ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു പറയുന്നത് ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. സത്യത്തിൽ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് നെഞ്ചുകൾക്കകത്തുള്ള ഹൃദയത്തിനാണ് എന്നതാണ്. അഥവാ ഒരു മനുഷ്യൻ അറിയാനും പഠിക്കാനും തയ്യാറാവാതിരിക്കുമ്പോഴാണ് സത്യത്തിൽ അവൻ അന്ധനായിത്തീരുന്നത്. ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ അന്ധതയാണ് വിശുദ്ധ ഖുർആൻ മാറ്റിയെടുക്കുന്നത് എന്നത് ഖുർആനിലെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അന്ധത മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള ചില അത്ഭുതങ്ങളിലേക്ക് പടച്ച തമ്പുരാൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സൂറത്തു റൂമിലെ 24ാമത്തെ ആയത്തിൽ കാണാം വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅ ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅ്ഖിലൂൻ. മേഘങ്ങളെ ചലിപ്പിച്ചു കൊണ്ടുവന്ന് അതിനെ കൂട്ടിയിടിപ്പിച്ച് അതിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്ന കാര്യം 21ലേറെ തവണ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. ഞാനും നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു സാധനം നമ്മൾ കാണണമെങ്കിൽ നിറം വേണം. പക്ഷെ നിറമില്ലാത്ത ദ്രാവകമാണ് വെള്ളം. വെള്ളം നമ്മൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഒരു വസ്തു നമ്മൾ അറിയാൻ, ആസ്വദിക്കാൻ രുചി ആവശ്യമാണ്. പാനീയങ്ങളിൽ രുചിയില്ലാത്തതാണ് വെള്ളം. പക്ഷെ വെള്ളത്തോളം രുചിയുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? രക്തത്തിൻ്റെ 95% വരുന്ന, മൂത്രത്തിൻ്റെ 99% വരുന്ന, മനുഷ്യൻ്റെ ഏറ്റവും ഉറപ്പുള്ള ശരീരഭാഗങ്ങളിൽപ്പെട്ട അസ്ഥിയുടെ പോലും 20% വരുന്ന വെള്ളമെന്ന അത്ഭുതമായ സൃഷ്ടി എന്തിനു വേണ്ടിയാണ് 21ലേറെ തവണ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അക്കാര്യം മനുഷ്യൻ്റെ ചിന്തയുടെ, ബുദ്ധിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്? ആ വെള്ളത്തെ സൃഷ്ടിച്ച നാഥനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ചെടികൾ എന്നും നമുക്കുള്ള അത്ഭുതമാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ചെടി വളരുന്നത് അതിന് വിരുദ്ധമായിട്ടാണ്. അത്രയും ശക്തമായ നിലക്ക് ഭൂഗുരുത്വ ആകർഷണ ബലത്തെ അതിജയിച്ച് മേലോട്ട് വളരണമെങ്കിൽ ചെറിയ കഴിവൊന്നും പോരാ. നമ്മൾ ഒരുപാട് ചെടികളുടെ ഫലങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ചിന്തിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ
സൂറത്തുർ റഅദിലെ 4-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലെ പറമ്പിൽ ഒരേ സ്ഥലത്ത് ആപ്പിളിൻ്റെ ഒരു തൈയും കാഞ്ഞിരത്തിൻ്റെ ഒരു തൈയും നട്ട് രണ്ടിനും ഒരേ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരേ വളമിട്ടാൽ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ രണ്ടിലും കായ ഉണ്ടാകും. ഒന്ന് മധുരമുള്ളതാണ്, ഒന്ന് കയ്പുള്ളതാണ്. അള്ളാഹു എടുത്തു പറയാണ്, വഫിൽ അർളി ഖിതഉം മുതജാവിറാത്ത് വജന്നാതും മിൻ അനാബിൻ വസറഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാനിൻ യുസ്കാ ബിമാഇൻ വാഹിദ് വനുഫദ്ദിലു ബഅദഹാ അലാ ബഅദ് ഫിൽ ഉഖൽ. ഭൂമിയിൽ ചില പ്രത്യേക ഖണ്ഡങ്ങളുണ്ട്, ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന. ആ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ മുന്തിരിക്കുലകളും മറ്റു പഴങ്ങളും കൃഷികളും ഒക്കെ ഉള്ള ഒരു മുരടിൽ വളരുന്നതും വ്യത്യസ്ത മുരടുകളിൽ വളരുന്നതുമായ വ്യത്യസ്തങ്ങളായ ചെടികളുണ്ട്. അതിനൊക്കെ യുസ്കാ ബിമാഇൻ വാഹിദ്, ഒരേ വെള്ളമാണ് അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ അതിലെ ഫലങ്ങൾ വ്യത്യസ്തമാണ്. വനുഫദ്ദിലു ബഅദഹാ അലാ ബഅദിൻ ഫിൽ ഉഖൽ. രുചിയുടെ കാര്യത്തിൽ അവയിൽ ചിലതിന് മറ്റു ചിലതിനേക്കാൾ നാം ശ്രേഷ്ഠത നൽകി. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. പ്രകാശം എന്ത് എന്ന ചിന്ത ലോകത്ത് വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. പ്രകാശത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. സി വി രാമനെ പോലുള്ള ആളുകൾക്ക് നോബൽ പ്രൈസ് കിട്ടിയ പ്രകാശമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അടിസ്ഥാനപരമായി പ്രകാശത്തിൻ്റെ കണികാ തരംഗ സിദ്ധാന്തം വ്യാഖ്യാനിക്കാൻ ശാസ്ത്രത്തിന് ഇന്നും സാധിച്ചിട്ടില്ല. മനുഷ്യൻ്റെ മുമ്പിലുള്ള വലിയൊരു അത്ഭുതമാണ് ഇരുളും വെളിച്ചവും. സൂറത്തു ജാസി 5-ാമത്തെ ആയത്ത്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിർ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വതസ്രീഫിർ റിയാഹ് ആയാത്തുൽ ലിഖൗമി യഅഖിലൂൻ. രാവും പകലും മാറി മാറി വരുന്നതിലും ഉപരിലോകത്തു നിന്ന് വർഷിക്കപ്പെടുന്ന മഴത്തുള്ളികളിലും അതിലൂടെ ലഭിക്കുന്ന ഭക്ഷണത്തിലും ആ മഴത്തുള്ളി സ്വീകരിച്ച് സജീവമായി തീരുന്ന ഭൂമിയുടെ പ്രതലം, ചേതനയറ്റ് കിടക്കുന്ന മണ്ണിൽ സജീവത കൈവരുന്നതിൽ, കാറ്റിൻ്റെ ചലനങ്ങളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ബുദ്ധിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ആധുനിക കാലഘട്ടത്തിൽ ചില വിവരമുള്ളവരെന്ന് നടിക്കുന്ന ആളുകൾ പറയുന്നത്. ലോകത്തെല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ഒരു കിതാബാണ്. 6-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കിതാബ് 21-ാം നൂറ്റാണ്ടിൽ അത് വെച്ചിട്ടാണ് വാദിക്കുന്നത്. അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ലോകത്തെ മറ്റേത് ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യബുദ്ധിയോട് ഇത്രയേറെ സംവദിക്കുന്ന, ഓരോന്നിലും പുതുമ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം നമുക്ക് വേറെ കാണുക സാധ്യമല്ല. കേരളത്തിലെ പ്രമുഖമായ ചില വാർത്താ മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ ഒരു പെട്ടിക്കോളം ഉണ്ടാകാറുണ്ട്. എന്താണ് അതിലുള്ളത്? 100 കൊല്ലം മുമ്പുള്ള ആ പത്രത്തിലെ വാർത്ത. അതെടുത്ത് വായിക്കാൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. വല്യുപ്പൻ്റെ കാലത്തെ ആധാരക്കെട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അടിയാധാരം ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷേ ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും പുതുമ അനുഭവപ്പെടുന്ന, ചരിത്രത്തിലെ 1400-ലേറെ സംവത്സരങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഓരോ അക്ഷരത്തിലും അത്ഭുതം നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം. അത് ഈ ഗ്രന്ഥമല്ലാതെ വേറെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ കുട്ടികൾക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു ആ ക്ലാസ്സിൽ വെച്ച് ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, അത്ഭുതകരമായൊരു കാര്യമുണ്ട് സർ. ഞാൻ ചോദിച്ചു, എന്താണ്? വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തു ഹദീദ്. ആ സൂറത്തു ഹദീദിൽ ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിടത്തുള്ള പ്രത്യേകത എന്താ? വ അൻസൽനൽ ഹദീദ എന്നാണ് പറഞ്ഞത്. അപ്പം എന്താ അൻസൽനൽ ഹദീദ എന്ന് പറഞ്ഞിടത്ത്? അൻസല എന്ന വാക്കാണ് ഉപയോഗിച്ചു. 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറയുന്നത്. അതിൽ വലിയൊരു അത്ഭുതമുണ്ട് സർ. ഖുർആൻ ഇറക്കിയെടുത്ത് ഉപയോഗിച്ച വാക്ക് അൻസല എന്നാണ്. മഴ ഇറക്കിയെടുത്ത് ഉപയോഗിച്ച വാക്ക് അൻസൽന മിനസ് സമായി മാ എന്നാണ്. ഇരുമ്പിനെ പറ്റി പറഞ്ഞിടത്തും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണ്? സൂറത്തു ഹദീദിലെ 25-ാമത്തെ ആയത്തിൽ വ അൻസൽനൽ ഹദീദ എന്നാണ്. ഇരുമ്പിനെ നാം ഇറക്കി എന്നാണ്. സർ, ഉപരിലോകത്തു നിന്ന് താഴോട്ട് വന്നൊരു സാധനത്തിനാണ് അൻസല എന്ന് പറയാ. നിങ്ങൾ ആ വിഷയം പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തു ഇരുമ്പിനെ കുറിച്ച്. അത്ഭുതകരമായ ഒരു കാര്യം എന്താണ് അതിൽ പറയാണ്? അയൺ ഈസ് ഒറിജിനലി മെയ്ഡ് ഫ്രം ഫ്യൂഷൻ ഓഫ് എലമെന്റ്സ് ഇൻ സ്റ്റാർസ്. നക്ഷത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേകമായ അത്ഭുത സംഭവങ്ങൾ, ചില സ്ഫോടനങ്ങൾ, അതിൽ എന്ത് ചെയ്തു? അയൺ ഫൗണ്ട് ഓൺ എർത്ത് കംസ് ഹിയർ ആൻഡ് ഡിഡ് സോ മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയോറൈറ്റ്സ് ആഫ്റ്റർ എ ലാർജ് സ്റ്റില്ലാർ എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർസ് കോൾഡ് സൂപ്പർനോവ ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് എ സ്റ്റാർ ഇസ് എക്സോസെഡ്. നക്ഷത്രങ്ങൾ കുറേ കാലം നിലനിന്ന് കഴിഞ്ഞാൽ അതിൽ സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം സൂപ്പർനോവ. ഒരു പ്രത്യേക സ്ഫോടനം സംഭവിക്കും, അത് തകരും. അത് തകരുമ്പോൾ അതിലുള്ള പ്രത്യേകമായ അംശത്തിൽപ്പെട്ട ഒന്നാണ് അയേൺ.
അങ്ങനെ ആ നക്ഷത്രങ്ങളുടെ നാശത്തിലൂടെയാണ് അയൺ ഭൂമിയിലേക്ക് എത്തിയത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹൗ അയൺ കെയിം ടു അറ്റ്മോസ്ഫിയർ എന്ന് ടൈപ്പ് ചെയ്ത ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇപ്പം ഇവിടെ 1400 കൊല്ലം മുമ്പ് ഒരു ഗോത്ര സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ ഇരുമ്പ് എന്നൊരു അധ്യായത്തിൻ്റെ പേരും ആ ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്തൊരു വാക്കിൽ പോലും ഈ നിലക്കുള്ളൊരു പ്രയോഗവും വരാൻ എന്തേ കാരണം? ഇത് ലോകരക്ഷിതാവായ പടച്ച തമ്പുരാന്റെ കലാമാണ് എന്നുള്ളതാണ്. അത് ബുദ്ധിയോട് സംവദിക്കുന്ന ഗ്രന്ഥമാണെന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ആരെയാണ്? അത് മനുഷ്യനെയാണ് എന്നതാണ് ഖുർആനിൻ്റെ സന്ദേശം. പ്രപഞ്ചത്തിലുള്ള എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഇവിടെ വലിയൊരു ചർച്ച സമീപകാലത്തായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത്? പ്രകൃതിയും മനുഷ്യനായിട്ടുള്ളതിനെ കുറിച്ച്. ഇനി അടുത്ത കാലത്ത് പ്രമുഖനായ ഒരു ഭൗതികവാദത്തിൻ്റെ ചിന്തകൻ വലിയൊരു അഭിപ്രായമായിട്ട് എടുത്തു പറഞ്ഞത് കേൾക്കാൻ സാധിച്ചത് മാർക്സിൻ്റെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ദർശനമാണ്. അദ്ദേഹം അതിൽ വളരെ ഉയർത്തി കാണിക്കുന്നൊരു കാര്യമുണ്ട്. മാർക്സ് പറഞ്ഞത് മനുഷ്യൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എന്താണ്? മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതി കന്യമല്ല എന്നാണ്. ഈ പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ. വിശുദ്ധ ഇസ്ലാം ഈ കാര്യത്തിൽ വളരെ കൃത്യമായൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ ഈ പ്രകൃതിയിലെ ഏറ്റവും ഉത്കൃഷ്ടനാരാണ്? അത് മനുഷ്യനാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ആകാശഭൂമികളിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രകൃതിയിലുള്ള എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ആ മനുഷ്യൻ്റെ മൗലികമായ ചില കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞു. എന്തിനു വേണ്ടിയാ? അത് ചിന്തിച്ച് ബോധ്യപ്പെട്ട് ജീവിതത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഒന്ന്, സൃഷ്ടിപ്പിൻ്റെ സവിശേഷത എടുത്തു പറഞ്ഞു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, സൂറത്ത് മുഅ്മിനൂനിലെ 12-ാമത്തെ ആയത്ത്. കൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലികൽ ഇൻസാനു ദഈഫ, അള്ളാഹു നിനക്കെല്ലാം എളുപ്പാക്കി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ? മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആധുനികമായ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ ഭൂകമ്പങ്ങൾ വന്നപ്പോൾ ഏറ്റവും വലിയ ടെക്നോളജിയുള്ള രാജ്യങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. സുനാമി വന്നപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പിന്നെ റിപ്പോർട്ട് വന്നു, പക്ഷികൾ പറന്നകന്നു, മൃഗങ്ങൾ ചില പ്രത്യേക ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം പ്രകൃതിയിലെ ജീവിക്കുന്ന ഒട്ടനവധി ജീവജാലങ്ങൾക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പലപ്പോഴും മുന്നറിവ് ലഭിക്കും, തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ അത് കഴിയാത്ത മനുഷ്യൻ മാത്രമാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, ഞാനെന്ന ഭാവത്തിൽ ഭൂമിയിൽ നടക്കുമ്പോഴും ജനിച്ചു വീഴുമ്പോൾ ഏറ്റവും ദുർബലാവസ്ഥയിൽ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നവനാണ് മനുഷ്യൻ. മലർന്ന് കിടന്ന് കൈകാലിട്ട് വാവിട്ട് കരയാൻ മാത്രം പഠിച്ചുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് വീണ്ടും അല്ലാഹു പറയാണ്, ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ പ്രത്യേകത എന്താ? വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. ഖുർആൻ മനുഷ്യന് നാം അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലെല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, അങ്ങേയറ്റം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത് എന്ന് അല്ലാഹു എടുത്തു പറയാണ്. അതുമാത്രമല്ല, അവൻ പലപ്പോഴും എന്ത് ചെയ്യും? ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധി വന്നാൽ നിരാശനായിത്തീരും. വലൈൻ അദഖനൽ ഇൻസാന മിന്നാ റഹ്മ സുമ്മ നസഅനാഹാ മിൻഹു ഇന്നഹു ലയൂസുൻ കഫൂർ. അവൻ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു കൊടുത്തു, അതൊന്ന് നീക്കിയാൽ മതി. ഒരു രോഗം വന്നാൽ മതി, നിരാശപ്പെട്ടു പോകും. ദാരിദ്ര്യം വന്നാൽ മതി, നിരാശപ്പെട്ടു പോകും. ഞാനെന്ന ഭാവത്തിൽ നടക്കുമ്പോഴും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് നിരാശപ്പെട്ടു പോകുന്നതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. മറ്റൊന്ന് അള്ളാഹു എടുത്തു പറയാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട്, ജീവിതത്തിൽ അങ്ങേയറ്റം ധൃതി കാണിക്കുന്നവനാണവൻ. അപകടങ്ങൾക്ക് മിക്കപ്പോഴും കാരണമാകുന്നത് എന്താണ്? മനുഷ്യൻ്റെ ധൃതിയാണ്. ഒരങ്ങാടിയിൽ ചെന്നാൽ, ഡോക്ടർ എടുക്കൽ ചെന്നാൽ, എവിടെയും ആളുകൾക്ക് ധൃതിയാണ്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യൻ ധൃതിയുടെ പ്രകൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അള്ളാഹു എടുത്തു പറയുന്നു മനുഷ്യനെ കുറിച്ച്. കഴിഞ്ഞ കാലം അവൻ എളുപ്പത്തിൽ മറന്നുപോകും. വൈദാ മസ്സൽ ഇൻസാന ദുർറു ദആനാ ലിജംബി, ഒരു പ്രയാസം വന്നാൽ എന്ത് ചെയ്യും? അവൻ കിടന്നിട്ടും ഔ ഖായിദൻ ഔ ഖായിമ, ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കും. ഫലമ്മ കശഫ്ന അൻഹു ദുർറഹു മറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സു. അള്ളാഹു ആ ബുദ്ധിമുട്ടങ്ങ് നീക്കിക്കൊടുത്താലോ, പണ്ട് അങ്ങനെ ഒരു പ്രയാസം ബാധിച്ചിരുന്നു എന്നതൊന്നും ഓർമ്മയില്ലാതെ അവൻ ജീവിക്കുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അനുഗ്രഹം ലഭിച്ചാൽ നന്ദികേട് കാണിക്കും. വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറള വനആ ബിജാനിബിഹി വഇദാ മസ്സഹു ശർറു ഫദു ദുആഇൻ അരീദ്. അനുഗ്രഹങ്ങൾ നൽകിയാൽ അവരവൻ്റെ പാട്ടിന് പോകും. പ്രയാസം എന്തെങ്കിലും ബാധിച്ചാലോ അവൻ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും.
ഇങ്ങനെ 20-ലേറെ വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ഇൻസാൻ, മനുഷ്യൻ എന്താണ്, മനുഷ്യൻ ആരാണ്, മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ് എന്ന് അള്ളാഹു എടുത്തു പറയുന്നത് കാണാം. ഇത് എന്നെയും നിങ്ങളെയും ബാധിക്കുന്നതാണോ എന്നുള്ളത് പ്രത്യേകിച്ചും നാം ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. പിന്നെ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു സൃഷ്ടി എന്നുള്ള നിലക്ക് ആരാണ് ഇവിടെ കുഴപ്പങ്ങൾ വരുത്തുന്നത്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന കാരണമാണ് കടലിലും കരയിലും കുഴപ്പങ്ങൾ വ്യാപിച്ചിട്ടുള്ളത്. എല്ലാ ഫിത്നകൾക്കും കാരണമാകുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ നന്നായാൽ ലോകം നന്നായി തീർന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണിപ്പൂരിലെ സംഭവങ്ങൾ. മനുഷ്യനല്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ലോകത്ത് മറ്റൊരു മൃഗത്തിനും അതുപോലെ അധപ്പതിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യനാണ് കുഴപ്പങ്ങൾക്ക് കാരണമായി തീരുന്നത്. മനുഷ്യനെ സംസ്കരിച്ചെങ്കിലേ ലോകം നന്നാകുള്ളൂ. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ഇടപെടൽ എങ്ങനെയാകണം? അത് പ്രകൃതിക്ക് നന്മ വരുത്തുന്ന വിധത്തിലാകണം. മാമിൻ മുസ്ലിമിൻ യഗ്രിസു അർസൻ ഔ യസ്റഉ സർഅ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഒരു ചെടി നട്ടാൽ അതിൽ നിന്നൊരു കായ്കനികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷി ഭക്ഷിച്ചാലും മറ്റു മൃഗങ്ങൾ ഭക്ഷിച്ചാലും അല്ലെങ്കിൽ മനുഷ്യർ തന്നെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയാലും അതിനൊക്കെ നിങ്ങൾക്ക് സദഖയുണ്ട് എന്ന് പഠിപ്പിച്ചു. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അത് നടണമെന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമല്ല, മനുഷ്യൻ ഏർപ്പെടുന്ന ജീവിക്കുന്ന എല്ലാ മേഖലകളിലും ഏറ്റവും ബുദ്ധിപരമായൊരു സന്ദേശം മധ്യമ നിലപാട് സ്വീകരിച്ച് മിതത്വം കാത്തു സൂക്ഷിക്കാൻ. വെള്ളം ഉപയോഗിക്കുന്നിടത്ത് പ്രവാചകന്റെ അധ്യാപനം, വീടിൻ്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. സാമ്പത്തികമായ വിനിമയത്തിന്റെ രംഗത്ത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ചിലവഴിക്കുമ്പോൾ ദൂർത്തടിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇടയിലുള്ള മധ്യമമായ മാർഗം സ്വീകരിക്കണം. വകുലു വഷ്റബു വലാ തുസ്രിഫു. തിന്നുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ, പക്ഷേ അമിതാകാൻ പാടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമിതത്വമാണ് എവിടെയും പ്രശ്നങ്ങൾക്ക് കാരണം. കുടുംബ ബജറ്റ് തകർന്നു പോകാൻ കാരണം അമിതത്വമാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ വരാൻ കാരണം അമിതമായി ദൂർത്തടിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് മിതത്വത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ ഈ ബുദ്ധിയുടെ സന്ദേശം ലോകത്തെ പഠിപ്പിക്കുന്നു. പിന്നെ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത് കൊണ്ട് സാമൂഹികമായ പ്രശ്നങ്ങളുടെ മേഖലകളിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയേറെ പഴക്കമുള്ള ലോകത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയ ഒരു ഗ്രന്ഥത്തിന് എന്താണ് ആധുനിക പ്രതിസന്ധികളുടെ മുന്നിൽ വെച്ച് പറയാനുള്ളത്? ഈ ചോദ്യം ഇന്നൊന്നിലും തുടങ്ങിയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശത്രുക്കളായ ചില ആളുകൾ സഹാബികളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് തർക്കടില്ല, വിസർജന സ്ഥലത്തേക്ക് എങ്ങനെ പ്രവേശിക്കണം എന്ന് വരെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് കേട്ടിട്ട് അവർ ചൂളിപ്പോയില്ല. അവർ പറഞ്ഞു, അഭിമാനത്തോടു കൂടി മറുപടി പറഞ്ഞു, അതെ, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് ഇടത് കാൽ വെച്ചല്ലാതെ പ്രവേശിക്കരുത് എന്നും ഇടത് കൈ കൊണ്ടല്ലാതെ ശൗച്യം ചെയ്യരുത് എന്നും വരേക്കും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിസർജന സ്ഥലം മുതൽ തുടങ്ങി, മണിയറ മുതൽ തുടങ്ങി, കുടിൽ മുതൽ തുടങ്ങി, കൊട്ടാരം വരെയുള്ള ജീവിതത്തിൻ്റെ മുഴുവൻ വ്യക്തിപരവും സാമൂഹികവുമായ മേഖലയിൽ ഇത്ര അർത്ഥഗർഭമായ സന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ, ബുദ്ധിപൂർവം അത് സമർപ്പിക്കാൻ ആർക്കാണ് സാധ്യമായി തീർന്നിട്ടുള്ളത്? എന്തിൻ്റെ പേരിലാണ് മണിപ്പൂരിൽ കലാപം നടക്കുന്നത്? കുക്കിയും മെയ്തയും ഒരുമിച്ചിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പരസ്പരം ഇനി ഒരിക്കലും കണ്ടുമുട്ടാനോ ഒന്നിച്ചു ജീവിക്കാനോ സാധ്യമാകാത്ത വിധം ഫാഷിസം അവരുടെ മനസ്സുകളെ തമ്മിൽ അകറ്റിക്കളഞ്ഞു. അവിടെ 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ചൊരു സന്ദേശമുണ്ട്. ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചൊരു സന്ദേശം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിമഹത്തായ സംഭവം മക്കാ വിജയം. മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള പടച്ച തമ്പുരാന്റെ ഭവനം കഅബാലയം. ആ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്ന് ബാങ്കൊലി ഉയർത്താൻ സഹാബികൾ എല്ലാവരും ആഗ്രഹിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ആരെയാണ്? നീഗ്രോ അടിമയായിരുന്ന ദരിദ്രനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഹാബികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയ്യത്തിലായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ഖുറൈശികളിൽ ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുമല് വെച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ബിലാലിന്റെ കാല് വെച്ച് ചവിട്ടി കയറാൻ. വലിയൊരു തത്വം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു.
ആഭിജാത്യത്തിന്റെ തറവാടിത്തത്തിന്റെ കുലമഹിമയുടെ പേരിൽ നീണ്ട പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്തിരുന്ന ആ അറബ് സമൂഹത്തിന്റെ മുമ്പിൽ ലോകത്ത് എന്നും ഉയർത്തിപ്പിടിക്കാവുന്ന ഒരാശയം, ഖുറൈശിയുടെ ചുമലിൽ നീഗ്രോവിന്റെ കാല് ചവിട്ടി വെക്കുക വഴി മനുഷ്യ സമത്വത്തിന്റെ സന്ദേശം പ്രാവർത്തികമായിട്ട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു. ആ ബിലാലും അബൂബക്കർ റളിയല്ലാഹു അൻഹും സൽമാനുൽ ഫാരിസിയും ഒക്കെ അണിയണിയായി ചുമല് ചേർന്ന് നിൽക്കുന്ന നമസ്കാരത്തിന്റെ വേദികൾ സൃഷ്ടിച്ചു, ഹജ്ജിന്റെ സന്ദർഭങ്ങൾ സൃഷ്ടിച്ചു, കാണിച്ചു കൊടുത്തു. കാരണം എന്താണ്? അള്ളാഹ് പഠിപ്പിച്ചൊരു സന്ദേശം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. സാഹോദര്യം എന്നൊരു വാക്കുണ്ട്, പലരും എടുത്തു പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ പോലും ഭിന്നത, തൊലിയുടെ നിറത്തിന്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ വംശവെറികൾ ഇതൊക്കെ നടക്കുന്ന ഒരു ലോകത്ത് 3 സാഹോദര്യത്തെയും അതാതിൻ്റെതായ പ്രാമുഖ്യത്തോടു കൂടി വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിച്ചു. ഒന്ന്, സഹോദരൻ എന്ന പദം നമുക്കറിയാം സഹ ഉദരൻ എന്നതിൽ നിന്നുണ്ടായതാണ്. ഉദരം എന്നാൽ വയറ് എന്നാണ്. ഒരേ വയറ്റിൽ പറന്നവർ എന്നതാണ് ഭാഷാപരമായി അതിനർത്ഥം. ഇസ്ലാം കാണിച്ച ഒന്നാമത്തെ സാഹോദര്യം ആദമിൻ്റെയും ഹവ്വയുടെയും സന്തതികൾ എന്നുള്ള നിലക്ക് മനുഷ്യ സമൂഹത്തിന്റെ സാഹോദര്യമാണ്. അതാണ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലോടുകൂടി മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന സാഹോദര്യം സൂറത്ത് ഹുജറാത്തിലൂടെ അള്ളാഹു വരച്ചു കാണിച്ചു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും. വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. മൂന്നാമത്തെ സാഹോദര്യ ബന്ധം പ്രവാചകൻ അതിന്റെ മഹത്വം പഠിപ്പിച്ചു. ഒരേ പായൽ കിടന്നുറങ്ങിയ, ഒരേ വീട്ടിൽ ഒരേ തളികയിൽ ഭക്ഷണം കഴിച്ച് വളർന്ന ഒരു ഉമ്മയുടെ ഉപ്പയുടെ മക്കൾ. മാതാപിതാക്കളോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യത സഹോദരിമാരോടുള്ള ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പം മനുഷ്യരെ ഐക്യപ്പെടുത്താൻ എങ്ങനെ സാധ്യമാകും? റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടികളാണെന്ന് ബോധ്യപ്പെടുത്തി മാനവീയതയുടെ പേരിൽ മനുഷ്യരെ ഐക്യപ്പെടുത്തുക എന്ന ഖുർആനിന്റെ സന്ദേശം, ആ സന്ദേശം പഠിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമാധാനത്തിന്റെ മാർഗം എന്നും തുറന്നു കാണിച്ചു ഇസ്ലാം. അതുകൊണ്ടാണ് എത്ര ആര് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്നും ലോകത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കാൻ കാരണം. 2, മനുഷ്യന്റെ മുമ്പിൽ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം. അതിന് വളരെ കൃത്യമായ ഒരു മാർഗദർശനം ഇസ്ലാം പഠിപ്പിച്ചു, ഒരു മാനദണ്ഡം. പ്രകൃതിയിൽ വേണ്ടി ഒരു മനുഷ്യൻ ജീവിക്കുക, അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പ്രകൃതിയുടെ ചൂഷണം എന്നതാണ്. ചൂഷണത്തിന് നെഗറ്റീവ് സെൻസ് ആണെങ്കിലും മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ ചൂഷണം എന്നത് പോസിറ്റീവ് സെൻസിലാണ് ഉപയോഗിക്കാറുള്ളത്. അവിടെ ഖുർആന്റെ നിർദ്ദേശം യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. വല്ലാത്തൊരു വാക്കാണ്. 2 വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഭൂമിയിലുള്ളത് ഭക്ഷിച്ചു കൊള്ളൂ, പക്ഷേ 2 മാനദണ്ഡമുണ്ട്. ഒന്ന് ഹലാൽ, 2 തയ്യിബ് അഥവാ ഗുണപരമായി ഉത്തമമാകണം. 2, സമ്പാദിച്ച മാർഗവും ഉത്തമമാകണം. ഒരു കാര്യം ഭക്ഷിക്കുന്നതിൽ അത് സമ്പാദിച്ച മാർഗം ശരിയാകണം. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നത് അപകടകരമായ വാദമാണ്. സമ്പാദിച്ച മാർഗം നന്നാകണം. 2, അങ്ങനെ സമ്പാദിച്ചിട്ട് ഉപയോഗിക്കുന്ന വസ്തു ശാരീരികമായി ദോഷം വരുന്നതാകാൻ പാടില്ല, ത്വയ്യിബാകണം, ഹാലോലം തയ്യുമായി തീരുക. അത് പറഞ്ഞു വലാ തത്ബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ പാഥേയങ്ങളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല. ഒപ്പം വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾ സ്വത്ത് ഭുജിക്കാൻ പാടില്ല. അത് ജീവിച്ച് കാണിച്ചു കൊടുത്തു പ്രവാചകൻ. അത് ജീവിച്ച് കാണിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ ഓരോ രംഗത്തിലും സൂക്ഷ്മത എന്ത് എന്നുള്ളത് അനുയായി സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു. അറിയാവുന്ന വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മനുഷ്യ ജീവിതത്തിന്റെ ഓരോ തലങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തനീയമായ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം. മനുഷ്യന്റെ വ്യക്തിത്വവും അസ്തിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ജെൻഡറുമായി ബന്ധപ്പെട്ട ആധുനിക കാലഘട്ടത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും വൃത്തികെട്ടൊരവസ്ഥയിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമാണ് ആവശ്യം എന്ന നിലക്കുള്ള വാദങ്ങൾ ഇവിടെ വളരെ കൃത്യമായി മനുഷ്യനെ വ്യാഖ്യാനിച്ചു വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ വ്യാഖ്യാനിച്ചത്? പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ. പ്രകൃതി സൃഷ്ടിപ്പിന്റെ സംവിധാനത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ ഇണകളാണ് എന്നതാണ്. ലഅല്ലക്കും തദക്കറു, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എൻ്റെ ശബ്ദം നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്നത് ഇണതത്വം കൊണ്ടാണ്. ആ ലൈറ്റ് കത്തുന്നത് ഇണതത്വം കൊണ്ടാണ്. ഫാന് കറങ്ങുന്നത് ഇണതത്വം കൊണ്ടാണ്. നമ്മൾ നേരത്തെ ഉച്ചക്ക് കഴിച്ച ഭക്ഷണത്തിലെ പച്ചക്കറിയും കഴിച്ച പഴങ്ങളും ഒക്കെ ഉണ്ടായത് ഇണതത്വങ്ങൾ കൊണ്ടാണ്.
കേസരിക്ക് ജനിയുണ്ട്, നോർത്ത് പോളിന് സൗത്ത് പോളുണ്ട്, നെഗറ്റീവിന് പോസിറ്റീവ് ഉണ്ട്, കോർക്കുകൾക്ക് ആന്റി കോർക്കുണ്ട്, ആണിന് പെണ്ണുണ്ട്. പ്രപഞ്ചത്തിന്റെ സംവിധാനമാണ് ഇത്. സുനിശ്ചിതമായൊരു സൃഷ്ടി വ്യവസ്ഥയാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. 36 സൂറത്ത് യാസീനിൽ അല്ലാഹു പഠിപ്പിച്ചു. സകല വസ്തുക്കളിലും, ഭൂമിയിൽ നിന്ന് പൊട്ടിമുളക്കുന്ന വസ്തുക്കളിലും, അവർക്കറിയാത്ത എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ. ആ ഇണതത്വവുമായി മനുഷ്യ ജീവിതത്തെ, കുടുംബത്തെ, വ്യവസ്ഥയെ അള്ളാഹു കോർത്തിണക്കി. ബന്ധങ്ങൾ ആവശ്യമാണെന്ന് പഠിപ്പിച്ചു. സൂറത്ത് ഫുർഖാനിലെ 54-ാമത്തെ ആയത്ത്. എന്തുകൊണ്ടാണ് സമൂഹം നിലനിൽക്കുന്നത്? 2 ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജഅലഹു നസബൻ വസുഹറ. വൈവാഹിക ബന്ധവും രക്തബന്ധവും മാതാപിതാക്കളിലൂടെ തുടർന്നു വരുന്നതാണ് രക്തബന്ധം. വിവാഹത്തിലൂടെ ഒരു പുതിയ നിമിഷത്തിൽ രൂപം കൊള്ളുന്നതാണ് വൈവാഹിക ബന്ധം. ഇത് രണ്ടും വഴി മനുഷ്യന് ബന്ധങ്ങൾ ഉണ്ടാക്കി. വകാന റബ്ബുക ഖദീറ. നിന്റെ റബ്ബ് അങ്ങേയറ്റം കഴിവുള്ളവനാണ്. മനുഷ്യന്റെ പ്രത്യേകത, അവൻ പ്രശ്നങ്ങളുള്ളതാണ്. അത് ഇറക്കി വെക്കാൻ ഒരു അത്താണി വേണം. അതിനെന്തുണ്ട് മാർഗം? ഇന്നലെയൊക്കെ വരെ നമ്മൾ കണ്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വവർഗരതിക്കാരായ 2 പേര് വിവാഹം നടത്തിയിട്ട് അവർക്കൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഗർഭപാത്രം വാടകയ്ക്കെടുത്തു. ആ കുഞ്ഞിനെ താലോലിക്കുന്ന ഫോട്ടോ ഇന്നലെയും നമ്മൾ കണ്ടു ഓൺലൈൻ മാധ്യമങ്ങളിൽ. അവിടെ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ഗർഭപാത്രം വാടകയ്ക്ക് വേണം എന്നതിൽ ഒരു നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ദാമ്പത്യ ബന്ധം മനുഷ്യന് വേണ്ടി അള്ളാഹു വെച്ച സംവിധാനമാണ്. എൻ്റെ തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ അതിൻ്റെ അനിവാര്യതയും അതിൻ്റെ വിശുദ്ധിയുടെ ആവശ്യകതയൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ആ വചനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. പുരുഷനും സ്ത്രീയും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നുള്ള ഇണകളെ നൽകിയിരിക്കുന്നു എന്നത് പുരുഷന്റെ അസ്തിത്വത്തിന്റെ ഭാഗം തന്നെയാണ് സ്ത്രീ എന്ന് പഠിപ്പിച്ചു. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. വ്യാഖ്യാനത്തിൽ ഒതുങ്ങാത്ത 2 വാക്കുകൾ, സ്നേഹം, പ്രേമം. മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന വാക്ക് അൺകണ്ടീഷണൽ ലവ് എന്നാണ്. ദാമ്പത്യത്തിലെ സ്നേഹം, പരിധിയില്ലാത്ത സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി, പിരിയാൻ കഴിയാത്ത വിധം. പിന്നെ വറഹ്മ, കാരുണ്യം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വരാന്തകളിൽ കിടക്കുന്ന, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ICUവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദമ്പതികളെ നമുക്ക് കാണാം. 85 കഴിഞ്ഞ ഭർത്താവ്, 80 കഴിഞ്ഞ ഭാര്യ. ഒന്നുമില്ല ആ ശരീരത്തിൽ തനിക്ക് ആസ്വദിക്കാൻ, എന്നിട്ട് പോലും ഉറക്കമിളച്ച് പരിചരിക്കുകയാണ്. വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. സക്രാത്തിന്റെ സന്ദർഭത്തിൽ കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഭൗതികമായ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. വറഹ്മ, മബദ്ധത്തിന്റെ കൂടെ കോർത്തിണക്കുന്ന അതിമഹത്തായൊരു വികാരം, കാരുണ്യം. അങ്ങനെ നിലനിൽക്കേണ്ടതാണ് മനുഷ്യവർഗം. അതുകൊണ്ട് അതിനപ്പുറം വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകരുത്, മ്ലേച്ഛമായ മാർഗമാണ്, വൃത്തികെട്ട വഴിയാണ് എന്ന് പഠിപ്പിച്ചു. പുരുഷൻ തമ്മിലുള്ള സ്വവർഗരതിയെക്കുറിച്ച് സൂറത്ത് അറാഫിൽ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹു പ്രത്യേകം എടുത്തുപയോഗിച്ചൊരു പ്രയോഗമുണ്ട്. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. അവര് ഒരു ലഹരിയിൽ മുഴുകുകയായിരുന്നു. പുരുഷനെ സമീപിക്കുന്ന തിന്മ, പ്രകൃതി വിരുദ്ധമായ തിന്മ, അത് അപകടമാണ് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. അതുവഴി സംഭവിക്കാനിരിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. അത് നിലനിന്നൊരു സമൂഹത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് അല്ലാഹു നശിപ്പിച്ചതായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു പറയാം, ചിന്തിക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ ചിന്തയുടെ ഗ്രന്ഥമാണ്. അതിൽ ചിന്തനീയമായ വചനങ്ങൾ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാ, മനുഷ്യനെ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല. മനുഷ്യന്റെ മുമ്പിൽ 2 വിഷയത്തിൽ തെളിവുകൾ സമർപ്പിക്കാൻ. ഒന്ന്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഒരു റബ്ബുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ. അതിനു വേണ്ടിയാണ് മഴയെക്കുറിച്ച് പറയുന്നത്, വെള്ളത്തെക്കുറിച്ച് പറയുന്നത്, ചെടികളെക്കുറിച്ച് പറയുന്നത്, അത്ഭുതകരമായ ഓരോ വസ്തുവിനെക്കുറിച്ചും പറയുന്നത്. ചെടി മുളക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിടത്ത് പോലും അള്ളാഹിനെക്കുറിച്ച് പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത, സിമന്റ് തേച്ച മതിൽ പൊട്ടിയത് കണ്ടപ്പോൾ ചോദിച്ചു ആളുകളോട്, എന്താ പറ്റിയത്, വണ്ടി വന്ന് ഇടിച്ചാണോ? അല്ല. സുഹൃത്ത് പറഞ്ഞു, സിമന്റ് തേച്ചപ്പോൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു അതിൽ പെട്ടിരുന്നു. മഴ പെയ്തപ്പോൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരു മുളച്ചു, അപ്പം മതിൽ പൊട്ടിയതാണ്. വിശുദ്ധ ഖുർആൻ അതുപോലും പറയാതെ പോയിട്ടില്ല അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ. സൂറത്തു അൻആം 95-ാമത്തെ വചനം, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, ഒരു ചലനം നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം, ഒരു ബലം വേണം.
ഉറച്ച ഭൂമിയെ രണ്ടു ഭാഗത്തേക്കും തള്ളി മാറ്റിയിട്ടാണ് ദുർബലമായ വിത്തിൻ്റെ ആ കഞ്ചുകം പൊട്ടിയിട്ട് ദുർബലമായ മൂലലോമങ്ങൾ മേലോട്ടും മൂലശീർഷം താഴോട്ടും വളർന്നു വരുന്നത്. ഈ വിത്തിനെ മണ്ണിനെ തള്ളി മാറ്റിയിട്ട് ചെടിക്ക് മുകളിലോട്ട് വളരാനുള്ള കരുത്ത്. നിങ്ങളുടെ കോൺക്രീറ്റ് പതിച്ച ടൈൽസ് പതിച്ച വീട്ടിലെ ആ ചെറിയ വിടവുകൾക്കിടയിൽ ഒരു ചെടി മുളച്ചു പൊന്തി വരുന്നത് കാണാം. എവിടെ നിന്നാണ് അതിന് കരുത്ത് കിട്ടിയിട്ടുള്ളത്? അള്ളാഹിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അത് പറഞ്ഞത് സയൻസ് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, പരലോകത്തെക്കുറിച്ചും റബ്ബിനെക്കുറിച്ചും ബോധ്യപ്പെടുത്തി തരാൻ. മഹാനായ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിട്ട് നുരുമ്പിയ എല്ലിൻ കഷ്ണങ്ങളെ കയ്യിൽ പിടിച്ച് ധൂളികളാക്കി പറത്തി ഇതിൽ നിന്നെങ്ങനെ വീണ്ടും മനുഷ്യനെ പുനർജനിപ്പിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ വചനം അവതരിപ്പിക്കപ്പെട്ടത്. അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന. ഞാനിന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ ചെന്നാൽ, എറണാകുളത്തെ കൊച്ചിയിലെ എയർപോർട്ടിൽ ചെന്നാൽ ക്യാമറക്ക് മുന്നിൽ നിൽക്കണം. അവിടെ ചെന്നാലും പറയും ക്യാമറക്ക് മുന്നിൽ നിൽക്കണം. 700 ചില്ലാനും കോടിയിലേറെ മനുഷ്യർ ലോകത്തുണ്ടാകുമ്പോൾ ഒരു എയർപോർട്ട് വന്നിറങ്ങിയ ഒരാളെ തിരിച്ചറിയാൻ ക്യാമറക്ക് മുന്നിൽ നിന്നാൽ മതി. കാരണം എൻ്റെയും നിങ്ങളുടെയും കണ്ണിലെ കൃഷ്ണമണിക്ക് ചുറ്റിലുമുള്ള രേഖകളുടെ സംവിധാനം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഐ ടെസ്റ്റ്, ID കാർഡ് എടുക്കുമ്പോൾ ക്യാമറക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ക്യാമറക്ക് മുന്നിൽ നിന്നാൽ ആളെ ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ കാരണം ഈ കണ്ണാണ്. 1870കളിൽ മാത്രമാണ് ഫിംഗർ പ്രിന്റിന് പിന്നിലുള്ള ശാസ്ത്രീയത ലോകം കണ്ടുപിടിച്ചത്. അക്ഷരജ്ഞാനല്ലാത്തൊരു പ്രവാചകന്റെ നാവിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ വിരലഗ്രങ്ങളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവരാണ് എന്ന് പറയാൻ കാരണം എന്താ? കൊടിയത്തൂരിലോ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും 5 സെന്റ് ഭൂമി വാങ്ങിയാൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് എല്ലാ രേഖയിലും ഒപ്പിട്ട് അവസാനം പറയല്ലോ ഇടത് കൈയുടെ തള്ളവിരലും തരി, ഒരു തമ്പ് ഇംപ്രഷൻ. കൃത്രിമത്വം സാധ്യമാകാത്ത ഒരടയാളം ഇത് മുന്നിൽ വെച്ചിട്ടാണ് ഇത് സംവിധാനിച്ച റബ്ബ് മരണശേഷം പുനർജനിപ്പിക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ചത്. സൂറത്ത് മുഅ്മിനൂൻ 12-ാമത്തെ ആയത്ത് മുതൽ ഭ്രൂണശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതകരമായ കാര്യം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കാൻ വേണ്ടി, പക്ഷേ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ഭ്രൂണത്തിന്റെ വളർച്ചയെക്കുറിച്ച് ആംനിയോൺ, കോറിയോൺ, ഡെസിറ്റുവ 3 ആവരണത്തിനുള്ളിൽ ബാഹ്യോപദ്രവം ഏൽക്കാതെ വളർന്നു വരുന്ന ഗർഭസ്ഥ ശിശുവിന്റെ സുരക്ഷിതമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മയ്യത്താകും, പിന്നെ നിങ്ങൾ പുനർജനിക്കപ്പെടും. തൗഹീദും ആഖിറത്തും പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യബുദ്ധിയുടെ മുമ്പിൽ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ, തെളിവുകൾ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തേനീച്ചയെക്കുറിച്ച് പറഞ്ഞെടുത്തുപോലെ അങ്ങനെയാണ്. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേരാണല്ലോ നഹൽ, സൂറത്തുൻ നഹൽ. നമുക്കറിയാം അത് തേനീച്ചയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ഫ്രാങ്ക് ഫിഷ് എന്ന ആസ്ട്രിയക്കാരനായ ശാസ്ത്രജ്ഞൻ 20 കൊല്ലം ഗവേഷണം നടത്തിയിട്ടാണ് തേനീച്ചയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് കണ്ടെത്തിയത്. 1860-ൽ സ്വാമർഡാമാണ് അതിൽ പെണ്ണീച്ചകളാണ് തൊഴിലെടുക്കുകയും തേൻ ശേഖരിക്കുകയും ചെയ്യുന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ എന്തിനാ ഖുർആൻ ഇങ്ങനെ ഒരു അധ്യായത്തിന് തന്നെ പേര് കൊടുത്തിട്ട് ആ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു? എന്താ പഠിപ്പിച്ചത്? തേനീച്ചയുടെ ജീവിതത്തിലെ ചില അത്ഭുതങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി തന്നു. പക്ഷേ അവിടെയും നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. സ്വാമർഡാം തേനീച്ചയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊടിയത്തൂരിൽ വെച്ചിട്ടുള്ള തേനീച്ചയുടെ പെട്ടിയിൽ നിന്ന് തേനുള്ള നിലമ്പൂരിലെ കാട്ടിൽ പോയിട്ട് ഒരു ഈച്ച തേൻ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അത് തിരിച്ചു വരും. പിന്നെ കാണുന്നത് കൂട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ഡാൻസ് ആണ്, വാഗിൾ ഡാൻസ് എന്ന് അദ്ദേഹം പേര് കൊടുത്തു. ആ വാഗിൾ ഡാൻസ് നോക്കിയിട്ട് ആ കൂട്ടിലെ ബാക്കി ഈച്ചകളൊക്കെ അവിടേക്ക് പോവുക, കിലോമീറ്ററുകൾക്ക് ദൂരെ. എങ്ങനെ അത് തിരിച്ചറിയും? ആദ്യം കണ്ട ഈച്ച പോകാതെ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആ വാഗിൾ ഡാൻസ് 8 എന്ന് എഴുതിയ ആകൃതിയിലുള്ള ചുറ്റ് അതിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ദൂരം നിശ്ചയിക്കുക. 2, ഏത് ദിശയിൽ പോകണം എന്നുള്ളത് തീരുമാനിക്കുക എങ്ങനെയാ? ആ വാഗിൾ ഡാൻസ്, ആ ഈച്ച 8 എന്ന് എഴുതിയ ആകൃതിയിൽ പറന്നപ്പോൾ സൂര്യനുമായുള്ള ആംഗിൾ, കോൺ എത്ര എന്ന് പരിശോധിച്ചിട്ടാണ് കൂട്ടിലെ ഈച്ചകൾ കൃത്യമായി തേനുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. സുബ്ഹാനല്ലാഹ്. 20 വർഷത്തെ ഗവേഷണത്തിലൂടെയാണ് ഫ്രാങ്ക് ഫിഷ് എന്ന ആസ്ട്രിയക്കാരനായ ശാസ്ത്രജ്ഞൻ തേനീച്ചയുടെ ജീവിതത്തിലെ ഈ അത്ഭുതങ്ങളെ കുറിച്ച് കണ്ടെത്തിയിട്ടുള്ളത്. ഖുർആൻ തേനീച്ചയെ ഒരു ഉദാഹരണമായി പറഞ്ഞത് എന്തിനു വേണ്ടിയാ? റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാ. സൂറത്തു നഹലിലെ 68 മുതലുള്ള ആയത്ത്, വഔഹാ റബ്ബുക ഇലൻ നഹൽ അൽ തഖ്ദീ മിനൽ ജിബാലി ബുയൂതൻ വമിന ശജരി വമിമ്മാ യഅരിശൂൻ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? വല്ലാഹു ഖലഖക്കും. അടുത്ത ആയത്തിൽ തേനീച്ചയുടെ കാര്യം പറഞ്ഞിട്ട് വല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും. നിങ്ങളെ സൃഷ്ടിച്ചത് റബ്ബാണ്, നിങ്ങളെ മരിപ്പിക്കുന്നതും ആ റബ്ബാണ്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉംരി ലികൈ ലാ ബഅദ ഇൽമിൻ ഷൈഅ. നിങ്ങൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും?
ദീർഘിച്ച ആയുസ് കിട്ടും. എന്താണ് പറയുന്നതെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ദീർഘമായ ആയുസ് കിട്ടുന്നുള്ള ആളുകൾ ഉണ്ടാകും. ഇന്നല്ലാഹു അലീമുൻ ഖദീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ്. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ചിന്താ പ്രപഞ്ചം. പാരായണം ചെയ്യുന്ന ഓരോ നിമിഷത്തിലും ഓരോ വാക്കുകൾക്ക് പുതുമ തോന്നുന്നതാണ് ഖുർആനിൻ്റെ ഭാഷാപ്രയോഗം. അതിൽ ഓരോ വചനവും മണിക്കൂറുകൾ സംസാരിച്ചാൽ തീരാത്ത ആശയങ്ങളുള്ളതാണ്. നരകത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരൊറ്റ വചനമാണ് ഒരു യൂറോപ്യൻ ഡോക്ടറെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. നരകത്തിൽ കിടന്ന് വെന്തെരിഞ്ഞാൽ പകരം തൊലി മാറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ലിയദൂഖുൽ അദാബ്. എന്തിനു വേണ്ടിയാ? ശിക്ഷ ആസ്വദിപ്പിക്കാൻ വേണ്ടി. ശിക്ഷ വീണ്ടും വീണ്ടും ആസ്വദിപ്പിക്കാൻ തൊലി മാറ്റിക്കൊടുക്കും. 1400 കൊല്ലം മുമ്പ് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് യാത്ര നടത്തിയ നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ വന്ന ഈ വചനങ്ങളിൽ എങ്ങനെ വേദന വീണ്ടും വീണ്ടും അനുഭവിക്കാൻ തൊലി മാറ്റിക്കൊടുക്കും എന്ന വാക്ക് വന്നു, എന്ന പ്രയോഗം വന്നു. ആധുനികമായ പാഠശാലകളിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം മനുഷ്യന്റെ നാഡീകോശങ്ങൾ ഡെൻഡോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, വേദനയ്ക്ക് സംവേദനത്തിന് കാരണമാകുന്ന സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ അയോണുകളായിട്ട് ആവേഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക വഴി വേദന അറിയാൻ സഹായിക്കുന്ന സംവിധാനം സ്കിന്നിലാണ്, തൊലിയിലാണ്. നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് തൊലി മാറ്റിക്കൊടുത്ത് കൂടുതൽ കൂടുതൽ വേദന അനുഭവിപ്പിക്കും എന്നൊരു ഗ്രന്ഥത്തിൽ വന്നുവെങ്കിൽ ആ ഗ്രന്ഥം ഒരു മനുഷ്യന്റെ മനോമുകുരത്തിൽ ഉണ്ടായതല്ല, ലോകത്തിന്റെ രക്ഷിതാവായ തെറ്റുപറ്റാത്ത പടച്ച തമ്പുരാൻ്റെതാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥം കയ്യിൽ പിടിച്ചുകൊണ്ട് ആരോടും നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചാണോ പറയാനുള്ളത്? അതിനേക്കാൾ മഹത്തരമായ പ്രകൃതിയുടെ സന്ദേശം, മനുഷ്യന്റെ ജീവിതത്തിലെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ശുദ്ധമായ ആശയം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് പലിശയെക്കുറിച്ചാണെങ്കിൽ പലിശയുടെ അപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും പലിശരഹിതമായ പണം കൊണ്ട് പണം സൃഷ്ടിക്കുന്നതിന് പകരം പണം കൊണ്ട് ഉൽപാദനം നടത്തുകയും ചെയ്യുന്ന ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ സന്ദേശം ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് സങ്കുചിതമായ വർണ്ണവെറിയുടെ, ഭാഷാവെറിയുടെ, ദേശീയതയുടേതാണെങ്കിൽ 200-ലേറെ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ നിറങ്ങളും വ്യത്യസ്തങ്ങളായ ഭാഷകളുമായി കടന്നു വന്ന ഒരേ വേഷത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക എന്ന് പറയുന്ന മനുഷ്യരെ ഒരേ ചരടിൽ കോർത്തിണക്കുന്ന ഐക്യത്തിന്റെ സന്ദേശം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസം ഉണ്ടാക്കി തീർത്താണ്. ഇതിന് പകരം വെക്കാൻ ആരുടെ കയ്യിലാണോ ഉള്ളത്? കാലം എത്ര മാറട്ടെ, ലോകം എത്ര മാറട്ടെ, ഒരു വാക്കുപോലും തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധിക്കാത്ത മനുഷ്യബുദ്ധിയോടൊന്നും സംവദിക്കുന്ന വിശുദ്ധ ഖുർആൻ അഭിമാനത്തോടുകൂടി അത് പഠിച്ച് അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുക. ഞാനൊരു അധ്യാപകനാണെങ്കിലും, ഞാനൊരു ഓഫീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും, ഞാനൊരു ഡോക്ടറാണെങ്കിലും മൗലികമായി എനിക്കൊരു കാര്യം ആവശ്യമാണ്. എൻ്റെ മൊബൈൽ വാങ്ങിയപ്പോൾ എനിക്ക് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വണ്ടി വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ അതിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഞാൻ ചെയ്താൽ അത് ചീത്തയായി പോകും. ഞാൻ വാങ്ങിയ മൊബൈലിന് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വ്യക്തമാക്കുന്ന അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ, എൻ്റെ വണ്ടിക്ക് അതുണ്ടെങ്കിൽ, ആ വണ്ടി ഞാൻ ഓടിക്കുമ്പോൾ ട്രാഫിക്കിന് നിയമങ്ങളുണ്ടെങ്കിൽ, എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ മാത്രം അങ്ങനെ നിയമങ്ങളില്ല? നിയമങ്ങൾ ആവശ്യമല്ലേ? ആ നിയമാവലിയാണ് വിശുദ്ധ ഖുർആൻ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന മഹത്തായ സന്ദേശം. അത് അറിഞ്ഞ് പഠിച്ച് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഉറച്ച തീരുമാനങ്ങളുമായി നാം പിരിഞ്ഞു പോവുക. നമ്മുടെ ഖബറിൽ കിടക്കുമ്പോൾ മൻ ഇമാമുക എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഖുർആനു ഇമാമി, എൻ്റെ കച്ചവടത്തെ നിയന്ത്രിച്ചത്, എൻ്റെ വിശ്വാസത്തെ ഞാൻ സ്വീകരിച്ചത്, എൻ്റെ ആരാധനകൾ ഞാൻ രൂപപ്പെടുത്തിയത്, എൻ്റെ ഇടപാടുകളും ബന്ധങ്ങളൊക്കെ ഞാൻ രൂപപ്പെടുത്തിയത് മഹത്തായ ഖുർആനിൽ നിന്നായിരുന്നു എന്ന് ഖബറിൽ വെച്ച് മറുപടി പറയാൻ സാധ്യമാകുന്ന വിധത്തിൽ ഈ ബന്ധവുമായുള്ള അടുപ്പം, വൈകാരികമായ അടുപ്പം, സ്നേഹപൂർണമായ ബന്ധം നാം കാത്തു സൂക്ഷിക്കുക. റഹ്മാനായ റബ്ബ് ഖുർആനിനെ ഹൃദയ വസന്തമായി സ്വീകരിക്കാൻ സാധിക്കുന്ന, അതിലൂടെ വെളിച്ചം ലഭിക്കുന്ന, മഹ്ശറിൽ ഖുർആനിൻ്റെ തണൽ ലഭിക്കുന്ന വിജയികളായ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.